Okay, hello everyone. Welcome to the third session of Journeys. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ 2 സെഷന് ഇതിൽ മിക്കവരൊക്കെ കണ്ടിട്ടുണ്ടാവും, അറ്റ്ലീസ്റ്റ് ഇതിനെ പറ്റിയൊക്കെ അറിഞ്ഞിട്ടെങ്കിലും ഉണ്ടാവും. സോ അപ്പോൾ കഴിഞ്ഞ 2 സെഷൻസ് വേർ ഓൺ MS ആൻഡ് സ്റ്റഡീസ് അബ്രോഡ്. സോ അതിൽ നിന്ന് ഇത്തവണ കുറച്ച് ഡീവിയേറ്റ് ചെയ്തിട്ട് കോർ പ്ലേസ്മെന്റ്സിലോട്ടാണ് ഈ സെഷൻ ഫോക്കസ് ചെയ്യുന്നത്. So today we have with us Rohit Pilal, who cracked analog devices placement for ഡിജിറ്റൽ വെരിഫിക്കേഷൻ എഞ്ചിനീയർ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉള്ളവരാണെങ്കിൽ അറിയാം, പുള്ളി വളരെയധികം നോളജ് ഉള്ള ഒരാളാണ്. മേ ബി EC ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ കറണ്ടായിട്ട് നോക്കുകയാണെങ്കിൽ VLSI ഡൊമെയിനിൽ ഏറ്റവും കൂടുതൽ നോളജ് ഉള്ള ഒരാൾ രോഹിത് ഏട്ടൻ തന്നെയായിരിക്കും. സോ ഈ സെഷനിൽ പുള്ളിയുടെ നോളജ് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കും. പിന്നെ ഈ ഫീൽഡിലോട്ട് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കുന്നവർക്ക് ഈ ഫീൽഡ് എടുക്കാൻ ഒരു ഇൻസ്പിറേഷൻ കൂടി ആവും എന്ന് നമുക്ക് വിചാരിക്കാം. സോ രോഹിത് ഏട്ടാ, ഐ തിങ്ക് യു ക്യാൻ സ്റ്റാർട്ട്. ഹലോ, ഓഡിബിൾ ആണോ? അതെ ഏട്ടാ, ഓഡിബിൾ ആണ്. ആണോ? യെസ് ഏട്ടാ, സ്ലൈഡ്സ് ഒക്കെ കാണാം. ഇങ്ങനെ പറഞ്ഞായിരുന്നു എനിക്ക് VLSI എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞു. ഞാനും കഴിഞ്ഞ വർഷം 6 ഇതേപോലെ നിങ്ങളെപ്പോലെ കുറെ ആൾക്കാരുടെ കേട്ടിട്ട് പഠിച്ചു വന്നതാണ് ഞാൻ. അവരെ വെച്ച് നോക്കുമ്പോൾ വലിയ വിവരം ഇല്ലാത്ത ആളെന്നേ ഞാൻ പറയൂ. എന്നാലും ഞാൻ ഇതേപോലെ എത്തിക്സ് ആയിരുന്നപ്പോൾ എനിക്ക് കോറ് കയറണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കോർ എന്താണെന്ന് ഇലക്ട്രോണിക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും, കോറിൽ ചോദിക്കും എന്നല്ലാതെ കോറിൽ എന്തൊക്കെ കമ്പനി വരുന്നതെന്ന് അറിയാം. ടെക്സ് ഇൻസ്ട്രുമെന്റ്സും അനലോഗും വരും, അവർ ഭയങ്കര കമ്പനീസ് ആണെന്ന് അറിയാം. അല്ലാതെ എന്താണ് കമ്പനിയിൽ ചെയ്യുന്നതെന്ന് പോലും വലിയൊരു ഐഡിയ ഇല്ലാതായിരുന്ന ഒരാളാണ് ഞാൻ. സോ ഇപ്പോഴും കുറെ ചേട്ടന്മാർ ഇതേപോലെ കുറച്ച് മീറ്റിംഗ്സ് ഒക്കെ വെച്ച് കുറെ ഐഡിയ തന്നായിരുന്നു. അതിനുശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഇതെല്ലാം വെച്ച് ഞാൻ നിങ്ങൾക്ക് മാക്സിമം പറഞ്ഞിരുന്നു. ആദ്യമായിട്ട് പറയാനുള്ളത്, വിചാരിക്കുന്നത്ര കോംപ്ലിക്കേറ്റഡ് അല്ല എന്താ ഒരു പ്ലേസ്മെന്റ് കിട്ടാൻ. പറയാൻ കാരണം വേറൊന്നുമില്ല, നമ്മൾ എസ്എക്സ് ആയിരുന്നപ്പോൾ ഒരു ചേട്ടന് ഇതേപോലെ ഒരു അനലോഗ് ഡിസൈൻ എഞ്ചിനീയർ ഒരു ചേട്ടൻ എന്താ അനലോഗ് ഡിസൈൻ ക്രാക്ക് ചെയ്യാനുള്ള ഒരു സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സെഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന കുറേ പേരല്ല ഒരുമാതിരി പേടിച്ച്, നമ്മളൊന്നും പഠിച്ചിട്ട് കാര്യമില്ല, കോർ നമുക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിൽ ഇരിക്കുമായിരുന്നു. നിങ്ങൾ ഇപ്പോഴത്തെ എസ്എക്സ് കാര്യം കുറച്ചേരെ കയറിക്കണം. അപ്പൊ ആ ഒരു അന്ന് കേട്ട ഒരു സംഭവം വെച്ചിട്ട് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ഓഫ്കോഴ്സ് അതേപോലെ പഠിക്കുവാണെങ്കിൽ, ആ ചേട്ടൻ അന്ന് പറഞ്ഞതുപോലെ അത്ര ഇതായിട്ട് പഠിക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി അത്രയും നല്ല ജോലി കിട്ടും. പക്ഷെ അതൊരു മിനിമം റിക്വയർമെന്റോ അത്രയും നോളജ് ഒരു മിനിമം റിക്വയർമെന്റ് ഒന്നും അല്ല കോറിന് കിട്ടാൻ. അപ്പോൾ അതോടെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന മെയിൻ ടോപ്പിക്സ് ഇതൊക്കെയാണ്. ബേസിക്കലി നമ്മുടെ കോളേജിലെ കോർ പ്ലേസ്മെന്റ് സിറ്റുവേഷൻ എങ്ങനെ, കമ്പനീസ് ഏതൊക്കെയാണ്, ഏതൊക്കെ റോൾസ് ആണുള്ളത്, ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം, പ്രോജക്ട്സ് ആൻഡ് ഇന്റേൺഷിപ്സ് എങ്ങനെ, അതിന്റെ റോൾ എന്താണ്, റെസ്യൂമേ ഓബ്വിയസ്ലി. ഇതായിരുന്നു ആ ഒരു ടൈം എൻ്റെ ഓർമ്മയിൽ എനിക്കുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രോജക്ട്സ് ആൻഡ് ഇന്റേൺഷിപ്സ് ഞാൻ ഇതിൽ തന്നെ ആദ്യം വെക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരു കോർ പ്ലേസ്മെന്റ് അല്ലെങ്കിൽ കോറിന് വേണ്ടി നമ്മൾ പഠിക്കുകയാണെങ്കിലോ സബ്ജക്ട്സ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ഒരു ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ കോർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് കോർ എന്ന് പറയുമ്പോൾ ഈസി കോർ എന്ന് ഒരു സബ്ജക്റ്റ് ആയിട്ടുണ്ട്. കോറിൽ തന്നെ പല സബ്ജക്ട്സ് ഉണ്ട്, പല ജോബ് അനുസരിച്ച് പഠിക്കേണ്ട സബ്ജക്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം മാറും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് കണ്ടു. എനിക്ക് S5 ആണെങ്കിൽ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെ പ്രോബ്ലം ചെയ്യണമെന്ന് നോക്കും. സബ്ജക്ട് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്. ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ അത് കുറച്ച് നല്ലതായിട്ട് തോന്നും, ചിലത് ഇഷ്ടപ്പെടാറില്ല, വേറെ ചില നല്ലതായിട്ട് തോന്നും. ഇൻട്രസ്റ്റ് ആണ് എനിക്ക് ഇതിൽ ഇനി ജോലി ചെയ്യണം, അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കായിട്ട് എനിക്കൊന്നും ഇല്ലായിരുന്നു. അത് കിട്ടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് പ്രോജക്ട്സ് ആൻഡ് ഇന്റേൺഷിപ്സ്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കോളേജിൽ വന്നിട്ട് ചെയ്തിട്ടുള്ള
ഇതിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സിനെ കുറിച്ചൊക്കെ ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അത് എക്സാമ്പിൾ ആക്കി വെച്ചൊന്ന് പറയാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ടിയിൽ വരുന്ന എല്ലാവരുടെയും ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ആർഡിനോ വെച്ചിട്ടുള്ളത്. ഞാനും ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ISTയിൽ ഒരു ആർഡിനോ കുറെ പ്രോജക്ട്സ് ഒരു സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് ചെയ്തു, നല്ല സെഷനായിരുന്നു, ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മൾ കുറച്ച് എന്താ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ചെറുതായിട്ടൊക്കെ ഓരോന്ന് ചെയ്തു നോക്കുമായിരുന്നു. അപ്പൊ നല്ല രസമായിട്ട് തോന്നി. പണ്ട് എക്സിബിഷനിലൊക്കെ കണ്ടിട്ടുള്ള ലൈൻ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് നല്ല ഇതായിട്ട് തോന്നി. പക്ഷെ ആ ഒരു സമയം നമുക്ക് സെഷൻ എടുത്തൊരു ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇത് കഴിഞ്ഞിട്ട് പഠിച്ചെടുത്ത് പോകുമ്പോൾ ഇനി ആർഡിനോ വെച്ച് ചെയ്യാതെ ഇനി ആർഡിനോനെ എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ നോക്കാൻ ആ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയം ഇതായിട്ടൊന്നും തോന്നിയില്ല. ബിടെക് പഠിച്ചു വരുമ്പോൾ ഇതൊക്കെ അറിയായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെയാണ് നമ്മൾ KTU ആണ് പഠിക്കുന്നത്, എന്തൊക്കെ നമ്മൾ അറിയുന്നുണ്ടെന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എപ്പോഴും ഒരിക്കൽ ആ ചേട്ടൻ പറഞ്ഞത് കേട്ട് ഞാൻ ചുമ്മാ ഗൂഗിളിലൊക്കെ എടുത്ത് നോക്കാൻ നോക്കി എങ്ങനെയാണ് സംഭവങ്ങൾ. ആ ഒരു സമയത്ത് എനിക്ക് വലിയ ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അതിനുശേഷം S3 വന്നപ്പോൾ നമ്മുടെ കോർ സബ്ജക്ട്സ് ഒക്കെ വരുന്ന ഒരു ടൈം ആയപ്പോൾ എനിക്ക് നിങ്ങൾക്കുണ്ടായിരുന്ന LCD, ലോജിക് സർക്യൂട്ട് ഡിസൈൻ ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നു. ആ ഒരു സബ്ജക്ട് പഠിക്കുന്ന സമയം എനിക്ക് കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് യൂട്യൂബിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടായിരുന്നു, ബെൻ ഈറ്റർ എന്ന് പറയുന്നത്. ബെൻ ഈറ്റർ അയാള് കുറെ നമ്മൾ ലോജിക് സർക്യൂട്ടിൽ പഠിക്കുന്ന കുറെ സംഭവങ്ങളൊക്കെ വെച്ച് ഒരു പ്രോസസ്സർ ഉണ്ടാക്കും. ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്നു. അവൻ അത് വെച്ച് കുറെ ഉണ്ടാക്കാൻ നോക്കി, അത്യാവശ്യം നല്ലപോലെ ഉണ്ടാക്കി. എനിക്ക് അതുണ്ടാക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലായിരുന്നു. ഞാൻ വെറുതെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ LCD ചുമ്മാ പഠിക്കുന്നതിനേക്കാളും LCDയിലുള്ള സംഭവങ്ങളുടെ ആക്ച്വൽ യൂസ് എന്താണ്, അങ്ങനെ കുറെ സംഭവങ്ങൾ കണ്ടപ്പോഴത്തേക്കും ഒരു ഇൻട്രസ്റ്റ് തോന്നി. പ്രോസസ്സറൊക്കെ പണ്ട് കമ്പ്യൂട്ടറിനകത്ത് ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്, അതെന്താണെന്ന് ഒരു ഐഡിയ പോലും ഇല്ലാത്തൊരു സംഭവം. പ്രോസസ്സർ എന്താണെന്നൊരു ഐഡിയ കിട്ടി. അതേപോലെ അടുത്ത വർഷം വന്നപ്പോൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. അതിൽ ശരിക്കും നമ്മളൊരു പ്രോസസ്സർ ഉണ്ടാക്കുന്നതാണ് ആ ഒരു സബ്ജക്ട്. ആ ഒരു സബ്ജക്റ്റാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആക്ച്വലി ഇൻട്രസ്റ്റോടെ ഇത്തിരി പഠിച്ചൊരു സബ്ജക്ട്. ബാക്കിയെല്ലാം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നുള്ളതല്ലാതെ ഇത് ഇത്തിരി ഇൻട്രസ്റ്റോടെ പഠിച്ചൊരു സബ്ജക്ട്. അതേപോലെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ പ്രോജക്ട്സ് ആൻഡ് ഇന്റേൺഷിപ്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു അറിവ് വേറൊരു ടൈപ്പാണ്. നമ്മളിപ്പോൾ ആക്ച്വലി പഠിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബുക്കിൽ നിന്ന് കിട്ടുന്ന സംഭവം നമ്മൾ ആക്ച്വലി എങ്ങനെ ഉണ്ടാക്കും, അതെങ്ങനെയാണ് നമ്മൾ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ അത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഇത് നോക്കാതെ തന്നെ ഒന്നുകിൽ പ്രോജക്ട്സ് ചെയ്ത് നോക്കുക. ഇതെല്ലാം എന്നെ പോലെ മടിയുള്ള ആളാണെങ്കിൽ പ്രോജക്ട് ചെയ്യുന്ന ആൾക്കാരെ കണ്ടു. യൂട്യൂബിലൊക്കെ ഞാൻ പറഞ്ഞ ബെന്നീറ്റർ ഉണ്ട്, ഗ്രേറ്റ് സ്കോട്ട് എന്ന് പറഞ്ഞൊരു ചാനലൊക്കെ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും അതെന്നാണ് എനിക്ക് അനലോഗിന്റെ അടുത്തൊരു ഇഷ്ടം തോന്നിയത്. ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ആംപ്ലിഫയർ എന്താണെന്ന് പോലും എന്തിനു ഉപയോഗിക്കുന്ന പോലും വലിയൊരു ഐഡിയ ഇല്ലാത്ത ഒരു രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ അതിൽ നമുക്ക് ശരിക്കും ഈസിയിൽ എങ്ങോട്ട് പോകണം, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് വന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് പ്രോജക്ട്സ് നോക്കുന്നത് നല്ലൊരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ഇന്റേൺഷിപ്സ് ഇപ്പോൾ പല ടൈപ്പ് ഇന്റേൺഷിപ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ S6 കഴിയുമ്പോൾ കുറെ ഇന്റേൺഷിപ്സ് വരുമായിരിക്കും. അത് ഞാനും ആ ഒരു ടൈം ലോക്ക്ഡൌൺ ഒക്കെ ആയപ്പോൾ ഇന്റേൺഷിപ്സ് കിട്ടാൻ പാടായിരിക്കും എന്നൊക്കെ കേട്ട് കുറെ പെയ്ഡ് ഇന്റേൺഷിപ്സ് ഒക്കെ വന്നായിരുന്നു. എല്ലാവരും ചെയ്യുന്നതിൻ്റെ കൂടെ ഞാനും ചെയ്തു. അത് എംബെഡഡ് സിസ്റ്റംസിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുള്ള 8051 മൈക്രോ കൺട്രോളർ അത് വെച്ചുണ്ടാക്കുന്ന ഒരു ഇന്റേൺഷിപ്പ് ആയിരുന്നു. അതിൽ കുറച്ച് പ്രോജക്ട്സ് ഒക്കെ ചെയ്തു. അത് ചെയ്തപ്പോൾ പറഞ്ഞ പ്രോജക്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റി. പക്ഷെ എനിക്ക് ഇപ്പൊ ഇൻട്രസ്റ്റ് തോന്നിയില്ല. അതായത് നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിൽ മാത്രം ഓരോന്ന് ചെയ്യാതെ ഇത് ഉള്ള ഫീൽഡ്സ് ഒക്കെ ചെയ്തു നോക്കി. ഇപ്പൊ ഒരു ഫീൽഡിൽ പ്രോജക്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് താല്പര്യം തോന്നിയില്ലെങ്കിലും നമുക്ക് അറിയാൻ പറ്റും ഇതല്ല എനിക്ക് വേണ്ടത്, പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള വേറെ ഫീൽഡ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഫീൽഡ് കണ്ടുപിടിക്കുന്നത്. എനിക്ക് ഒരു ഐഡിയ ഇല്ലാതിരുന്ന ഒരു ഫീൽഡിലോട്ട് എനിക്ക് താല്പര്യം തോന്നി തുടങ്ങിയത് അങ്ങനെ. അതിനുശേഷം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വഴി ഒരു റഫറൽ കിട്ടി. ഒരു ടെക്നോപാർക്കിലെ ഒരു കമ്പനിയിൽ ഡിജിറ്റൽ ഡിസൈൻ FPGA ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഇന്റേൺഷിപ്പ് കിട്ടി. അവിടെയാണ് ഞാൻ ഡിജിറ്റൽ വേറലോഗ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് PHDL എന്ന് പറഞ്ഞ കുറച്ച് ലാംഗ്വേജ് ഒക്കെ പഠിച്ചു. അപ്പോൾ ആക്ച്വലി നമ്മൾ LCDയിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ആക്ച്വൽ സർക്യൂട്ട്സ് ആയിട്ട് നമ്മൾ മൈക്രോ കൺട്രോളിൽ പഠിച്ചിട്ടുള്ള SPI എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ഒക്കെ ആ പേപ്പറിൽ വായിച്ച് പരീക്ഷ എഴുതാൻ പറ്റും എന്നുള്ളതല്ലാതെ ആക്ച്വലി SPI എന്തിനു ഉപയോഗിക്കുന്നു, എന്താണ് SPI എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. അതേപോലെ നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ട്സിൽ പഠിച്ച സംഭവങ്ങൾ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ആക്ച്വലി എന്താണ് കുഴപ്പം വരുന്നത്, ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറെ സംഭവങ്ങൾ നമ്മൾ കേട്ട് ചുമ്മാ വിട്ടതായിരിക്കും. പക്ഷെ അത് ശരിക്കും എന്താണ് ഇമ്പോർട്ടൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഇന്റേൺഷിപ്സ്, അതായത് ഇൻഡസ്ട്രിയൽ ലെവലിൽ ഒരു അവയർനെസ് കിട്ടും.
ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പഠിക്കുന്നത് കൂടുതലൊന്നുമില്ല, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു നോളജിനാണ് ഈ പ്രോജക്ട്സ് ആൻഡ് ഇന്റേൺഷിപ്സ് കിട്ടുന്നത് ആദ്യം. അപ്പോൾ ഇനി അടുത്ത ഒരു ഇതിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കോളേജിൽ ഉള്ളൊരവസ്ഥയാണ്. കോളേജിൽ വരുന്ന മെയിൻലി 3 റോൾസ് ആണ് കോറിലുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. എംബഡഡ് റോൾസ് ഉണ്ട്, പിന്നെ VLSI 2 റോൾസ് ഉണ്ട്, ഡിജിറ്റൽ റോൾസ് ആൻഡ് അനലോഗ്. എംബഡഡ് റോൾ എന്ന് പറയുമ്പോൾ പേര് തന്നെ അറിയാം, എംബഡഡ് സിസ്റ്റം ആണ്. മൈക്രോ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്ത് ഉള്ള സിസ്റ്റം. നമ്മൾ വീട്ടിലൊരുവിധം ഒട്ടുമിക്ക എല്ലാവരും ചെയ്യുന്നതും തുടങ്ങുന്നതും എല്ലാം എംബഡഡ് റോൾസ് തന്നെയാണ്. അതായത് ആർഡുയിനോ ആണ് ഏറ്റവും ആർഡുയിനോ വെച്ചുള്ള ബേസിക് പ്രോജക്ട്സ് നമ്മൾ തുടങ്ങുന്നത്. അതിന്റെ കുറച്ച് കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടൈപ്പ് റോൾസ് ആണ് എംബഡഡ് റോൾസ്. അതിൽ വേണേല് കമ്പ്യൂട്ടർ വിഷൻ ആ ടൈപ്പ് സംഭവങ്ങൾ, ഓപ്പൺ സി അങ്ങനെ എല്ലാം വരും. ഒരു മൈക്രോ കൺട്രോളർ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന സിസ്റ്റം അത്രേ ഉള്ളൂ. മൈക്രോ കൺട്രോൾ ആ സബ്ജക്റ്റിൽ തന്നെ നിങ്ങൾ കുറച്ച് പഠിച്ചാണ് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു ടൈപ്പ് റോൾസ് ആണ് എംബഡഡ് റോൾസ്. അപ്പോൾ ഞാൻ ഓരോ റോളിനും എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ പിന്നെ പറയാം. അടുത്തത് VLSI എന്ന് പറയുമ്പോൾ VLSI നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സബ്ജക്റ്റ് ആയിരിക്കും. VLSI പക്ഷേ നിങ്ങൾ പഠിക്കുന്ന ആദ്യത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ ഈ ഫാബ്രിക്കേഷൻ, നമ്മൾ പല കെമിസ്ട്രിയിൽ പഠിക്കുന്ന പോലെ അതല്ല ശരിക്കും VLSI. VLSI ഉള്ളത് സർക്യൂട്ട് ഡിസൈൻ ആണ് ഒരു ലിമിറ്റ് വരെ. അപ്പോൾ അതിൽ നമുക്കുള്ള 2 റോൾസ് ആണ്. ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ റോൾസും ഉണ്ട്, അനലോഗ് റോൾസും. ഡിജിറ്റൽ റോൾസ് ആണെങ്കിൽ ബേസിക്കലി നമ്മൾ പഠിച്ച LCD ഡിജിറ്റൽ സർക്യൂട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അനലോഗ് ആണെങ്കിൽ നമ്മൾ പഠിച്ച AIC, ഓപ്പൺ ഡിസൈൻ, ട്രാൻസിസ്റ്റർ ഡിസൈൻ, ആ ടൈപ്പ് ഡിസൈൻസ് ആണ് അനലോഗിൽ. ആൻഡ് നമുക്ക് ETയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഡിജിറ്റലാണ്, അനലോഗ് കുറവാണ്. ആൻഡ് കിട്ടാനും പാടാണ് അനലോഗ്. ആൻഡ് ഡിജിറ്റലിൽ കിട്ടാൻ ഈ പറഞ്ഞ എളുപ്പമൊന്നുമില്ല, ഈ 3 ഏറ്റവും എളുപ്പമുള്ളതായിരിക്കും വെരിഫിക്കേഷൻ. 3 റൂൾസ് എന്താണെന്ന് പറഞ്ഞാൽ, ഡിജിറ്റൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു പ്രോസസ്സർ വേണമെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സർ ഡിജിറ്റലായിട്ട് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു റൂളാണ് ഡിജിറ്റൽ ഡിസൈൻ. അത് നമ്മൾ LCDയിൽ പഠിച്ച കൗണ്ടർ വിട്ട് FSM നമ്മൾ പഠിച്ച ആ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് എത്ര വലിയൊരു സംഭവമാണെങ്കിലും ഉണ്ടാകും. അപ്പോൾ ആ ഒരു ബേസിക് നോളജാണ് ഡിജിറ്റൽ ഡിസൈൻ. വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഡിസൈൻ ചെയ്യുന്നത് ആക്ച്വലി പ്രോസസർ എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയൊരു സർക്യൂട്ട്. നമ്മൾ LCDയിൽ പഠിച്ചതുപോലെ ഫ്ലിപ്പ് ഫ്ലോപ്പും ആംഗിറ്റും നമുക്ക് കൈവച്ച് വരച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല പ്രോസസർ. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ലാംഗ്വേജസ് ഉണ്ട്, വെരിലോഗ്, VHDL എന്നൊക്കെ പറഞ്ഞു. സോ ആ ഉണ്ടാക്കുന്ന കോഡ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് പോവേണ്ട ഒരു റോളാണ് വെരിഫിക്കേഷൻ. ഉണ്ടാക്കുന്ന ഡിസൈൻ കറക്റ്റ് ആണ്. ഡിസൈനും വെരിഫിക്കേഷനും ഒരുമിച്ച് പോകുന്ന ഒരു 2 റോൾസ് ആണ്. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിനും ഡിഫറെന്റ് സ്കിൽ സെറ്റ്സ് ആണ്. അതേപോലെ ഫിസിക്കൽ ഡിസൈൻ കുറവാണ്. എന്താ അത് നമ്മളിപ്പോ ഉണ്ടാക്കുന്ന ഡിജിറ്റൽ സർക്യൂട്ട് നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് ആണല്ലോ. ആ ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ ഫിസിക്കലായിട്ട് എങ്ങനെ ലേ ഔട്ട് വരണം, പ്ലേസ്മെന്റ്, ആ ടൈപ്പ് സംഭവങ്ങളൊക്കെയാണ് ഫിസിക്കൽ വരുന്നത്. അതിലോട്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. അതേപോലെ അനലോഗ് റൂൾസ് വരുമ്പോൾ 2 റൂൾസ് ഉണ്ട്. ഡിസൈൻ റൂൾ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സർക്യൂട്ട്സ് ഉണ്ടാക്കുക, ട്രാൻസിസ്റ്റർ സർക്യൂട്ട്, AICDCയിലൊക്കെ ഹലോ പഠിച്ചു. ചേട്ടാ, ഹലോ, സോറി ടു ഇന്ററപ്റ്റ്. ചേട്ടൻ ഇപ്പോഴും സ്ലൈഡ് നമ്പർ 2 തന്നെയാണ് നിൽക്കുന്നത്. സോ അത് തന്നെയാണോ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ലൈഡ്? റോൾസ് എന്ന് പറയുന്നില്ലേ? അതെ, പ്രൊജക്ട്സ് ആൻഡ് ഇന്റേൺഷിപ്സ്. ഞാൻ പ്രോജക്ട്സ് ആൻഡ് ഇന്റേൺഷിപ്സ് ആണ്. ഓക്കെ, അതാണ്. ശരിയായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ റോൾസിൽ വന്നു. ചേട്ടൻ പ്രസന്റ് ചെയ്യുമ്പോൾ ഷെയർ സ്ക്രീൻ എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്താൽ പിന്നെ സ്ലൈഡ്സ് മാറ്റുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. ശരിയായി. ഇപ്പോൾ റോൾസിലാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ റോൾസ് ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. കൂടുതൽ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഞാൻ എത്തിയത് അനലോഗ് ഡിസൈനിലായിരുന്നു. അനലോഗ് ഡിസൈനിൽ ആംപ്ലിഫയേഴ്സ്, നമ്മൾ പഠിച്ചിട്ടുള്ള ADC, DAC, PLL, അങ്ങനെ കുറെ സംഭവങ്ങൾ നമ്മൾ പെട്ടെന്ന് പഠിച്ചു പോയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ സംഭവങ്ങൾ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന ഒരു ടൈപ്പ് റോളാണ് അനലോഗ് ഡിസൈൻ. അതുപോലെ വാലിഡേഷൻ എന്ന് പറയുമ്പോൾ വെരിഫിക്കേഷൻ പോലെയല്ല, ഉണ്ടാക്കിയ ഒരു സംഭവം നമ്മളിപ്പോൾ ഒരു ചിപ്പായിട്ട് ഉണ്ടാക്കി, ചിപ്പ് അല്ലെങ്കിൽ IC ആയിട്ട് ഉണ്ടാക്കി, IC ഡിസൈൻ ചെയ്ത ആള്
ഫാബ്രിക്കേറ്റ് ചെയ്ത് ഒരു ഐ സി ടി തിരിച്ചു കിട്ടുമ്പോൾ ആ ഐ സി ടെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ. സിഗ്നൽസ് ഒക്കെ കൊടുത്ത് കറക്റ്റ് ഔട്ട്പുട്ട് വരുന്നുണ്ടോ. അത് ബേസിക്കലി ഒരു എംബഡഡ് റൂൾ തന്നെയാണ്. മൈക്രോ കൺട്രോളേഴ്സ് ഒക്കെ യൂസ് ചെയ്താണ് ടെസ്റ്റിംഗ് നടത്തുന്നത്. എംബഡഡ് റൂൾ തന്നെ. ഓക്കെ. അപ്പോൾ ഈ മൂന്നെണ്ണത്തിലും ഞാൻ ഓരോന്നിലും എന്താണ് പഠിക്കേണ്ടതെന്ന് കൂടെ പറഞ്ഞുതരാം. എംബഡഡ് റൂൾസ് ആണെങ്കിൽ ബേസിക്കലി മൈക്രോ കൺട്രോളർ പഠിക്കുക. മൈക്രോ കൺട്രോളർ, എംബഡഡ് സിസ്റ്റംസ്, ആർ ടി ഒസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന സംഭവമില്ലായിരുന്നു. ഞാൻ ഒരുപാട് നോക്കിയിട്ടില്ല. പക്ഷേ ഈ കുറെ ചേട്ടന്മാരൊക്കെ നമ്മളെ ടൈം പറഞ്ഞിട്ടുള്ളത് ബേസിക്കലി എംബഡഡ് ഇഷ്ടമാണെങ്കിൽ ഏതെങ്കിലും ആർക്കിടെക്ചർ പഠിച്ചു വെക്കുക. ഇപ്പൊ 8051 ആർക്കിടെക്ചർ നമ്മൾ തിയറിയിൽ പഠിച്ചതുപോലെ 8051 വേണമെങ്കിൽ ആർഡിനോ എന്നൊക്കെ പറയുന്നതിന് പകരം ആർഡിനോ എന്താ അറ്റ്മെഗ 328 അങ്ങനെ എന്തോ. അപ്പൊ അതിന്റെ ആർക്കിടെക്ചറും ആ ഒരു 8051 ലെവലിൽ പഠിച്ച ആ ഒരു ലെവലിൽ ആർഡിനോ ഒക്കെ അറിഞ്ഞു വെച്ചിരുന്ന അത് പറയുന്നത് നല്ലതാണ്. പിന്നെ കുറെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ SPI, I2C, അങ്ങനെ കുറച്ച് UART, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എംബഡഡിനാണ്. പിന്നെ പ്രോഗ്രാമിംഗ് എന്തായാലും അറിയാം. എംബഡഡില് നിങ്ങൾ മൈക്രോ കൺട്രോൾ പഠിച്ച് പറയും പ്രോഗ്രാമിംഗ് ആണല്ലോ. പ്രോഗ്രാമിംഗ് ഇമ്പോർട്ടൻ്റ്. അതേപോലെ ഡിജിറ്റൽ റൂൾസ് വരുമ്പോഴും ഡിജിറ്റൽ ഡിസൈൻ ആണെങ്കിൽ LCD നല്ലപോലെ അറിയാം. DSD എന്ന് പറഞ്ഞൊരു എലക്ടീവ് ഉണ്ടായിരുന്നു, ഡിജിറ്റൽ സിസ്റ്റം. അതിലുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, ടൈമിംഗ് അനാലിസിസ് ഉണ്ട്. അത് ഡിജിറ്റലിന് കുറച്ച് നോക്കിയിരിക്കേണ്ട സംഭവങ്ങളാണ്. മെയിൻലി LCD തന്നെയാണ്. അത് ചോദിച്ച ഒരു മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ അതിന് തന്നെ ചോദിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് വെക്കുന്നുണ്ട്. അതേപോലെ വേരിഫിക്കേഷൻ റോൾ ആണെങ്കിൽ കോഡിങ്ങും കുറച്ചുകൂടെ ഒക്കെ അറിയാം. ഡിജിറ്റൽ റൂൾസിൽ പിന്നെ ലോജിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. പസിൽസ് ഒക്കെ ഉണ്ടല്ലോ. മറ്റേ 2 റോബ്സ് ഉണ്ട്, ഒരെണ്ണം കത്തിക്കാൻ 1 hour എടുക്കും, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, പസിൽസ് ഉണ്ട്. അത് നല്ലപോലെ ചോദിക്കുക. ഞാൻ എൻ്റെ ഇന്റർവ്യൂസിനെല്ലാം ചോദിച്ചു. അനലോഗിനും ചോദിച്ചു. ഇത് കുറച്ച് വേണമെങ്കിൽ ആദ്യം കുറെയൊക്കെ പോയത് ആ സംഭവമാണ്. ഇതാന്ന് വിചാരിച്ചാണ് പറയുന്നത്. പറയണമല്ല, കുറച്ച് എല്ലാം അത് നല്ലപോലെ ചോദിച്ചു. അനലോഗ് ആണെങ്കിൽ പഠിക്കേണ്ടത് AIC, EDC അങ്ങനെയുള്ള ഇത് ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. നെറ്റ്വർക്ക് തിയറി, ലോജിക് സർക്യൂട്ട് ഡിസൈൻ, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. പിന്നെ ഇത് പഠിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ KTവിന് പഠിച്ചതുപോലെയല്ല പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഔട്ട് ഓഫ് സിലബസ് പോയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അറിയേണ്ടത് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. അത് ഞാൻ എൻ്റെ അടുത്ത് ഇന്റർവ്യൂവിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ മനസ്സിലാവും കാര്യം. ഇവർ ചോദിക്കുന്നത് അങ്ങനെ ഭയങ്കര കൂടിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്കിപ്പോൾ ഭയങ്കര ഗേറ്റിനൊക്കെ പഠിച്ച് ഭയങ്കര ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇവർ ചോദിക്കുന്നത് ഭയങ്കര ബേസിക്. നമുക്ക് ചിലപ്പോൾ അത് പറയാൻ പറ്റും. ഇപ്പോൾ നല്ലപോലെ പ്രോബ്ലം ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞാൽ ഇവർ ചോദിക്കുന്നത് ചിലപ്പോൾ ബേസിക് എന്താ പേടിയാവും, പക്ഷെ ഭയങ്കര സിമ്പിൾ. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ബേസിക്കലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അനലോഗ് ആണെങ്കിൽ RC നെറ്റ്വർക്ക്സ്, നമുക്കറിയാം. ഹൈ പാസ്, ലോ പാസ് ഫിൽട്ടർ, ആ സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അത്ര വലിയ പാടില്ലാത്തതാണെന്ന് തോന്നുന്നു. പക്ഷെ അത് ചോദിക്കുന്നത് ഒരു RC നെറ്റ്വർക്ക് ആയിരിക്കും, ഒരു RCയും കാണും. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അത് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ചിലപ്പോഴൊക്കെ പഠിക്കുന്നത് മറ്റേ ലാപ്ലാസ് ട്രാൻസ് ചെയ്ത് പഠിക്കാറുണ്ട്. അവർ മിക്കപ്പോഴും ചോദിക്കുന്നത് അതില്ലാതെ കപ്പാസിറ്റർ ചാർജിങ്, നമ്മൾ 12th പഠിച്ച രീതിയിൽ കപ്പാസിറ്റർ ചാർജിങ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അത് RC ചോദിക്കും. പിന്നെ അവർ അതൊന്ന് കൂട്ടിക്കൊണ്ട് ഒരു RC നെറ്റ്വർക്ക് വന്നിട്ട് ഇപ്പൊ സീൻ അക്രോസ് ഒരു റെസ്റ്ററും കൂടെ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, സീരീസ് ആയിട്ട് ഒരു റെസ്റ്റർ വെച്ച് എന്ത് പറ്റും, അങ്ങനെ ആ ഒരു രീതിയിൽ പഠിക്കും. അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ വെറുതെ ബുക്ക് നോക്കി പഠിക്കുന്ന അങ്ങനെയൊക്കെ ചെയ്യാതെ ഒരു RC നെറ്റ്വർക്ക് നമ്മൾ തന്നെ എടുത്ത് വരയ്ക്കുക, എന്ത് പറ്റുമെന്ന് ആലോചിച്ച് നോക്കുക. ഒരു റെസ്റ്റർ കൂടെ വെച്ച് എന്ത് പറ്റുമെന്ന് നമ്മളായിട്ട് ആലോചിച്ച് നോക്കുക. ഇതിൽ കിട്ടുന്നില്ല, നമ്മളായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ആ ടൈപ്പ് സംഭവം. അതേപോലെ മോസ് സർക്യൂട്ട്സ് ആണെങ്കിലും BJT ആണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചിട്ടുള്ളത്. പക്ഷെ മിക്കവാറും ചോദിക്കുന്നത് മോസ് ആണ്. പഠിക്കാനും എളുപ്പം മോസ് ആണ്. ശരിക്കും നല്ല കാര്യം. പിന്നെ എന്താ ഫീഡ്ബാക്ക് നമ്മൾ AICയിലൊക്കെ എന്താ ഓപ്പൺ ചുമ്മാ പെട്ടെന്ന് പഠിച്ചു വിട്ട് തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലപോലെ ചോദിക്കുക. ഞാൻ ചില ക്വസ്റ്റ്യൻസ് വെച്ച് കാണിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത 2 സംഭവമാണ് കാസ്കോഡ്, കറണ്ട് മിറേഴ്സ്, അങ്ങനെ കുറച്ച് സംഭവം. ഇത് എന്നോട് കറണ്ട് മിറേഴ്സ് ചോദിച്ചിട്ടുണ്ട്, കാസ്കോഡ് ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ എക്സ്റ്റേണൽ ആയിട്ട് ഞാൻ ഇപ്പോൾ CETയിൽ അനലോഗ് വരുന്നത് കുറവാണെന്ന് പറഞ്ഞായിരുന്നു. അനലോഗ് വേണമെന്നുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ട് കുറച്ച് അപ്ലൈ ചെയ്യേണ്ടി വരും. എക്സ്റ്റേണലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ പാടായിട്ട് കാസ്കോഡ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബേസിക് കോൺസെപ്റ്റ് ആണ് ഏറ്റവും ആവശ്യം. അത് കഴിഞ്ഞിട്ടേ ഇതൊക്കെ വരും. അത് അറിയാമെങ്കിലേ ഇതൊക്കെ പഠിക്കാൻ പറ്റും.
അതേപോലെ ഇത് അനലോഗിന്റെയാണ്. ഡിജിറ്റൽ സൈഡിൽ നമ്മൾ LCD പഠിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാം അനലോഗ് മക്സ് വെച്ചുള്ള എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നിട്ട് മക്സ് വെച്ച് ഇത് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചോദിക്കും. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ VLSI നിങ്ങൾ പഠിച്ചിട്ട് ഫംഗ്ഷൻസ് ഒക്കെ തന്നിട്ട് ട്രാൻസിസ്റ്റേഴ്സ് വെച്ച് CMOS വെച്ച് ഇതാക്കാൻ പറയും. നമുക്ക് KTന് ചോദിക്കുന്നത് അതൊക്കെ തന്നെ ചോദിക്കും. ഡിജിറ്റൽ അനലോഗിന്റെ അത്ര പാടല്ല, എളുപ്പമാണെന്നല്ല, പക്ഷെ അനലോഗ് വെച്ച് നോക്കുമ്പോൾ ഡിജിറ്റൽ കൂടെ എളുപ്പം. പിന്നെ DSPയിലുള്ള ടൈമിംഗ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. പിന്നെ ലോജിക് ക്വസ്റ്റ്യൻസ് നൽകുന്നു. ഈ FIFO ആൻഡ് പൈപ്പ് ലൈനിങ് എന്ന് കേട്ടിരിക്കുന്നത് അത് കുറച്ച് നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച്, പക്ഷെ ഇത് പറയില്ല കാര്യം. എന്നോട് സീനിയേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് എപ്പോഴും ചോദിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യത്തിൽ നിന്ന് ഈ സിസ്റ്റമിന്റെ ഈ DSD എന്ന് മാത്രമേ ടൈമിംഗ് അനാലിസിസ് മാത്രമേ ചോദിക്കൂ. പക്ഷെ എന്നോട് ഈ സംഭവം ചോദിച്ചിട്ടുണ്ട്. ഇത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിലെ കുറച്ച് പഠിക്കുന്ന സംഭവമാണ്. ഇല്ല വായിച്ച് നോക്കിയാൽ മനസ്സിലാവും അങ്ങനത്തെ ഒരു സംഭവം. അത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഈ ഇത്രയും സബ്ജക്ട്സ് പറഞ്ഞു. അപ്പൊ അത് നിങ്ങളിപ്പോ ഈ ഗേറ്റിന് പഠിക്കുന്ന പോലെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ ബുക്ക് എടുത്ത് വെച്ച് വായിച്ച് പ്രോബ്ലം ചെയ്ത് പഠിച്ചിട്ട് വലിയ കാര്യമില്ല. കാര്യമില്ല എന്നല്ല, കാര്യമുണ്ട്. പക്ഷെ ശരിക്കും വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കൊരു സർക്യൂട്ട് കിട്ടുവാണെങ്കിൽ നല്ല ബേസിക് ആയിട്ട് ഇപ്പൊ ഒരു റെസിസ്റ്റർ നെറ്റ്വർക്ക് കിട്ടുകയാണെങ്കിൽ അത് സോൾവ് ചെയ്ത് നോക്കും. നെറ്റ്വർക്കിലൊക്കെ പഠിച്ചിട്ടുണ്ട് കുറെ തിയറംസ് ഒക്കെ, സൂപ്പർ പൊസിഷൻ തിയറം, ഓരോന്നൊക്കെ ഒരു രീതിയിൽ സോൾവ് ചെയ്ത് നോക്കുക. ആ രീതിയിൽ പറ്റിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോക്കുക. എന്തൊക്കെ രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും, നമ്മൾ എന്തുകൊണ്ട് ഒരു തിയർ ഉപയോഗിക്കുന്നു, എന്ത് വേറെ ആ രീതിയിൽ ഒരു കോൺസെപ്റ്റിലായിട്ട് പഠിച്ചു. ഭയങ്കര വലിയ വലിയ സർക്യൂട്ട്സ് ഒക്കെ എടുത്ത് സോൾവ് ചെയ്യുന്നതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങൾ നല്ലപോലെ ആലോചിച്ച് ആ ഒരു രീതിയിൽ അങ്ങനെയാണ് എൻ്റെ അടുത്ത് ആ ഒരു ടൈം ചേട്ടന്മാർ പറഞ്ഞതും എൻ്റെ അടുത്ത് ഇന്റർവ്യൂവിൽ ചോദിക്കുന്നതും ചോദിച്ചിട്ടുള്ളതും ആ ഒരു രീതി. ഈ ഒരു സർക്യൂട്ട് വെച്ച് ഞാനൊരു സിമ്പിൾ പറഞ്ഞുതരാം. ഇത് അത്യാവശ്യം നല്ലൊരു സിമ്പിൾ സർക്യൂട്ടാണ്. നമ്മൾ BTech പഠിച്ചിട്ടുള്ള ഓപ്പ് വെച്ചിട്ടുള്ള ഒരു സബ്ട്രാക്ടറാണ്. V2 - V1 എന്നുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സർക്യൂട്ട് അവർ ചിലപ്പോൾ ഇന്റർവ്യൂവിന് തരും. എന്നിട്ട് നമ്മുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. നമ്മൾ BTech പഠിച്ചിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അവർ ചിലപ്പോൾ ആദ്യം ഇങ്ങനെ തരും, എന്നിട്ട് നേരത്തെ പറഞ്ഞാൽ ഇതിന്റെ കൂടെ ഇപ്പോൾ ഒരു റെസിസ്റ്റർ എടുത്ത് മാറ്റും, വേറൊരു റെസിസ്റ്റർ ചിലപ്പോൾ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള എന്താ, V1 V2 തന്നിട്ടുണ്ടെങ്കിൽ Vout കണ്ടുപിടിക്കാം. ഇവര് ചോദിക്കുന്നത് ഇത് കണ്ടുപിടിക്കാൻ പറയും. എന്നിട്ട് ചോദിക്കും V2 ആ ടെർമിനലിൽ കൂടെ വരുന്ന കറണ്ട് എങ്ങോട്ട് പോകും, അങ്ങനെ അങ്ങനെ ആ ഒരു ടൈപ്പ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കും. എന്നിട്ട് അതേപോലെ നമ്മൾ എപ്പോഴും ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഓപ്പാമ്പിന്റെ ഗെയിൻ ഇൻഫിനിറ്റ് ആണെന്ന് പറഞ്ഞ് പഠിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇന്റർവ്യൂവിന് വരുമ്പോൾ അവർ ചോദിക്കും, ആദ്യം ചെയ്യാൻ പറയും, എന്നിട്ട് പറയും ഗെയിൻ ഇൻഫിനിറ്റ് അല്ല, ഗെയിൻ 100 ആണെങ്കിൽ കണ്ടുപിടിക്കും. അപ്പൊ അതൊക്കെ നമ്മളായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാം ബുക്കുകളിലൊക്കെ ഉണ്ട്. ആ ഒരു രീതിയിൽ എല്ലാ കോൺസെപ്റ്റ്സും നമ്മൾ തന്നെ ആലോചിച്ച് ഭയങ്കര വലിയ സർക്യൂട്ട്സ് ഉണ്ട്. ഒരു സിമ്പിൾ സർക്യൂട്ട് എടുത്ത് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ചെയ്തു. ഇതേപോലെ ഇതൊരു സർക്യൂട്ടാണ്. എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാണ് ബിറ്റ്വീൻ A ആൻഡ് B. അപ്പോൾ അത്യാവശ്യം നെറ്റ്വർക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റും. എന്താ ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻ, ഏതെങ്കിലും രണ്ട് ട്രയാങ്കിൾക്ക് ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻ അപ്ലൈ ചെയ്താൽ അത്യാവശ്യം സിമ്പിളാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്തു, ഓക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻ ഇല്ലാതെ ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒന്ന് പേടിച്ചു. അപ്പൊ ശരിക്കും ചെയ്യേണ്ടത് സിമെട്രി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. സിമെട്രി ഒക്കെ അപ്ലൈ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സിമെട്രി എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ശരിക്കും പണ്ട് ഞാൻ എൻട്രൻസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ജസ്റ്റ് ഫോമില്ല, സിമെട്രി ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, എളുപ്പമായിട്ട് ഇങ്ങനെ കിട്ടും എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ട്. ശരിക്കും സിമെട്രി എങ്ങനെ വരുന്നു, സിമെട്രി എന്ന സർക്യൂട്ട് ആ എളുപ്പമാവുന്ന എന്തുകൊണ്ടാണ്, അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ കുറെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതായത് സിമെട്രി വരുമ്പോൾ നമ്മൾ ശരിക്കും ഈ സിസ്റ്റത്തിനെ റെസിസ്റ്റർ ആയിട്ടല്ല, ഒരു സിസ്റ്റമാണ്, സിഗ്നേഷൻ സിസ്റ്റത്തിലുള്ള ഒരു സിസ്റ്റം പോലെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പഠിക്കുന്ന സംഭവങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ അനലോഗ് പഠിക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അനലോഗ് നമ്മൾ പഠിക്കുമ്പോൾ അനലോഗിൽ നമ്മൾ പഠിച്ച ട്രാൻസിസ്റ്റേഴ്സ് വരും, സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് വരും, അതേപോലെ കൺട്രോൾ സിസ്റ്റംസ് വരും. അങ്ങനെ കുറെ സംഭവങ്ങൾ ചേർന്ന് പഠിക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ പഠിച്ച കുറച്ച് കോഴ്സസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു രീതിയിൽ കോൺസെപ്റ്റുകളായിട്ട് പഠിക്കുകയാണെങ്കിൽ വലിയ ഭയങ്കര സർക്യൂട്ട്സ് ഒന്നും എടുക്കണ്ട, ചെറിയ സിമ്പിൾ ആയിട്ടുള്ള സംഭവം കോൺസെപ്റ്റ് പഠിക്കാം. പിന്നെ എനിക്ക് പറയുന്ന ഒരു ചേട്ടൻ്റെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ സംഭവം FIR ഫിൽട്ടർ ആണ്. ഇത് നമ്മൾ KTയിൽ പഠിച്ചിട്ടുള്ള സംഭവമാണ്. എന്താ ഒരു ഫൈനൈറ്റ് ഡിസ്ക്രീറ്റ് സിഗ്നൽ ഉണ്ടെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസ് അറിയാമെങ്കിൽ FIR ഫിൽട്ടർ വെച്ച് ഔട്ട്പുട്ട് YFT കിട്ടും. ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചത് FIR ഫിൽട്ടർ ഇങ്ങനെ വരച്ചു കൊടുക്കും. എന്നിട്ട് പറഞ്ഞു
ഫ്ലിപ്പ് ഫ്ലോപ്സും ഉണ്ട്, മൾട്ടിപ്ലക്സേഴ്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വെച്ച് ഇതെങ്ങനെ ഉണ്ടാക്കും എന്നാണ് ഇത്. അത് ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ പേടിയോ, പക്ഷെ ശരിക്കും സൊല്യൂഷൻ അത്യാവശ്യം സിമ്പിൾ ആണ്, ആലോചിച്ച് നോക്കിയാൽ കിട്ടും. അപ്പൊ ആ ടൈപ്പ്, അതായത് പഠിക്കേണ്ടത് അങ്ങനെ ഭയങ്കര കൂടിയ സംഭവങ്ങളല്ല. നമ്മുടെ ഡിജിറ്റൽ പഠിച്ച സിമ്പിൾ സംഭവമാണ്. കേറ്റീവില് പി എസ് പിയിൽ പഠിച്ചൊരു സംഭവമാണ് FAP. അത് രണ്ടും കൂടെ ബേസിക് കോൺസെപ്റ്റ് ആണ്, കൂടിയ സംഭവങ്ങളാണ്. ആ ഒരു ടൈപ്പ് റിലേഷൻഷിപ്പ് അറിയാൻ പറ്റും, അങ്ങനെ പഠിക്കണം. അതേപോലെ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ട്രാൻസിസ്റ്ററൊക്കെ ഞാൻ അത്യാവശ്യം നല്ല വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ചേട്ടന്മാർ പറഞ്ഞായിട്ട് ഈ കാസ്കോഡും ഒക്കെ പഠിച്ച് ഞാൻ ഇന്റർവ്യൂവിന് പോയി. എൻ്റെ അടുത്ത് ചോദിച്ച ഈ ക്വസ്റ്റ്യൻ, ഇത് ട്രാൻസിസ്റ്ററിനോട് പഠിച്ചിട്ടുണ്ട്, വിൻ കൂടുന്നതനുസരിച്ച് ID കൂടും, അപ്പോൾ RDയുടെ അപ്പുറത്തുള്ള വോൾട്ടേജ് കൂടും, ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത് ചോദിച്ചത് വിൻ കൂട്ടി കൂട്ടി പോവുകയാണെങ്കിൽ വി ഔട്ട് 0 ആവുമോ എന്നാണ് ചോദിച്ചത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ടെക്സ്റ്റിലും കാണൂല, ഗേറ്റിന് ചോദിക്കൂല, ഒരിടത്തും കാണത്തില്ല ക്വസ്റ്റ്യൻ. ആ ടൈപ്പ് കോൺസെപ്റ്റിൽ പഠിച്ച് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ്. എനിക്ക് ആ സമയം എളുപ്പമല്ലായിരുന്നു, എനിക്ക് കുറെ തപ്പി പറഞ്ഞാണ് എനിക്ക് അവസാനം ആൻസർ കിട്ടും. അപ്പോൾ അങ്ങനെ പഠിക്കാൻ നോക്കും. ഇപ്പൊ തന്നെ ആരെങ്കിലും പഠിക്കുക എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ ഒരു സബ്ജക്ട് ഇഷ്ടമാണെങ്കിൽ ആ സബ്ജക്ട് എടുത്തിട്ട് അറിയാൻ വേണ്ടി നോക്കുന്നത് പോലെ, ഇങ്ങനെ കുത്തിയിരുന്ന് എൻട്രൻസിനൊക്കെ പഠിക്കുന്ന പോലെ അങ്ങനെ പഠിക്കാതെ ചുമ്മാ അറിയാൻ വേണ്ടി വായിക്കുക, അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇത് അത്യാവശ്യം എളുപ്പമായിട്ട് കിട്ടും. ഇപ്പൊ ഇത്രയും നേരം ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു, എങ്ങനെ പഠിക്കണം ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞു. ഇപ്പൊ ഇത് അത്ര നല്ല അല്ലാത്തൊരു കാര്യമാണ്. എത്ര കോൺസെപ്റ്റ് ഉണ്ടെങ്കിലും എത്ര വലിയ കാര്യങ്ങൾ അറിയാമെങ്കിലും നമുക്ക് ഇന്റർവ്യൂ വരെ എത്തിയാലേ നമുക്ക് അത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ കോളേജിലാണെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടാണെങ്കിലും ഒരു എലിമിനേഷൻ പ്രോസസ്സാണ്. ഒന്നുകിൽ റെസ്യൂമേ ആയിരിക്കും, അല്ലെങ്കിൽ ടെസ്റ്റ് ആയിരിക്കും. കോളേജിലെ ക്യാമ്പസ് പ്ലേസ്മെന്റ്സിന് വരുന്ന എല്ലാം ആണെങ്കിൽ ടെസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ടെക്സസ് വന്നപ്പോഴും അനലോഗ് ആണെങ്കിലും സിഗ്നൽ ചിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, ഓപ്പൺ സിലിക്കൺ, അങ്ങനെ കുറച്ച് കമ്പനീസ് വന്നു, എല്ലാവരും ടെസ്റ്റാണ് നടത്തുന്നത്. ടെസ്റ്റിന് പൊതുവെ വേണ്ടത് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് വേണം. ഞാൻ നേരത്തെ കോൺസെപ്റ്റ് പഠിക്കണം എന്ന് പറഞ്ഞു, പക്ഷെ അത് മാത്രം പോരാ. ഇന്റർവ്യൂ വരെ എത്തണമെങ്കിൽ നമുക്ക് മറ്റേ പ്രോബ്ലം സോൾവിങ് സ്കിൽ വേണം. അപ്പൊ അതിന് ഞാൻ പറയുന്നത് ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസേ ചോദിക്കാറുള്ളൂ, പിന്നെ ഭയങ്കര കൂടിയൊന്നും ചോദിക്കാറില്ല. അപ്പോൾ ഗേറ്റിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞ സബ്ജക്ട്, മെയിൻലി അനലോഗും ഡിജിറ്റലും. നേരത്തെ ഞാൻ പറഞ്ഞ സബ്ജക്ട്സ് ഇന്റർവ്യൂവിന് ചോദിക്കുന്നതാണ്. ഈ ടെസ്റ്റിന് വേണ്ടി മെയിൻലി അനലോഗും ഡിജിറ്റലും ചോദിക്കുന്നത്. പിന്നെ സിഗ്നൽ ചിപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനി വന്നപ്പോൾ അവര് അനലോഗ് ഡിജിറ്റൽ കൂടെ സിഗ്നൽസും ഉണ്ട്. നമുക്ക് ചോയ്സ് ഉണ്ടായിരുന്നു, ഏതെങ്കിലും 2 എഴുതി, എന്തെങ്കിലും 3 എഴുതി. പിന്നെ റെസ്യൂമെ, നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് വരുന്ന കമ്പനീസ് ശരിക്കും പറഞ്ഞാൽ റെസ്യൂമെ നോക്കാറില്ല, നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഞാൻ കോർ കമ്പനീസിന്റെ കാര്യമാണ് പറയുന്നത്, ബാക്കിയല്ല. കോർ കമ്പനീസ് ആണെങ്കിൽ റെസ്യൂമെ അവർ വായിച്ചു പോലും നോക്കാത്ത രീതിയിലാണ് നമ്മൾ കോളേജിൽ വരുമ്പോൾ. നമ്മൾ റെസ്യൂമിലൊക്കെ നല്ലപോലെ പ്രോജക്ട്സ് എല്ലാം എഴുതി വയ്ക്കും, പക്ഷേ പ്രോജക്ട്സ് ഒന്നും അവർ ചോദിക്കാറില്ല. നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ആ ടൈപ്പ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കും. അപ്പോൾ അത് നല്ലപോലെ എഴുതുക. പക്ഷെ എന്നും പറഞ്ഞ് റെസ്യൂമേൽ കൂടുതൽ എഴുതുകയൊന്നും ചെയ്യാത്ത കാര്യം ഇന്റർവ്യൂറാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരാൾ കയറി റെസ്യൂമെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചാൽ റെസ്യൂമെന്ന് ചോദിക്കില്ല എന്ന് വിചാരിച്ച് കൊടുത്ത രീതിയിലാണെങ്കിൽ പണിയാവും അങ്ങനെ. പക്ഷെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഇപ്പൊ കമ്പനീസിന് ലിങ്ക്ഡിനൊക്കെ അയക്കുവാണെങ്കിൽ എന്താ, അവർക്ക് മിക്കവാറും ടെസ്റ്റ് കാണില്ല. ബേസിക്കലി സെലക്ഷൻ റെസ്യൂമേ തന്നെയായിരിക്കും. റെസ്യൂമേയിൽ അത്യാവശ്യം നല്ല പ്രോജക്ട്സ് ഒക്കെ വയ്ക്കുക, നല്ല കോഴ്സസ് എൻപിറ്റെല്ലാണ് ബേസിക്കലി ഇവിടെ വാല്യൂ ഉള്ളത്. കോഴ്സറൊക്കെ വെച്ചിട്ട് ഒരുപാട് കാര്യമില്ല, എന്നാലും നമുക്ക് ഇന്ന ടോപ്പിക്സ് ഒക്കെ അറിയാം എന്ന് കാണിക്കാൻ വേണ്ടി വെക്കുന്നത് നല്ലതാണ്. പക്ഷെ വാല്യൂ ഉള്ളത് എൻപിറ്റെല്ലാണ്. അതേപോലെ പ്രോജക്ട്സ് ഇപ്പോൾ റെസ്യൂമേ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഡിജിറ്റൽ കമ്പനിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡിജിറ്റൽ പ്രോജക്ട്സും ഡിജിറ്റലിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വേണം റെസ്യൂമേൽ വരേണ്ടത്. അനലോഗ് ആണെങ്കിൽ അതേപോലെ അനലോഗ്, അതേപോലെ റെസ്യൂമേ ഉണ്ടാക്കാൻ പഠിക്കുക. ആ റെസ്യൂമേ നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാൻ അവർക്ക് ലെവൽ കാണിക്കാൻ പറ്റൂ. ഇത് എല്ലാം അറിയാം പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് ലെവൽ കിട്ടില്ല. അങ്ങനെ ഈ എന്റെ ഇന്റർവ്യൂ ഒരു പ്രോസസ് ഞാൻ ജസ്റ്റ് എങ്ങനെയായിരുന്നു പറഞ്ഞു. എനിക്കിപ്പോ അവസാനം കഴിഞ്ഞത് അനലോഗ് ഡിവൈസസിന്റെ ആയിരുന്നു.
അനലോഗ് ഡിവൈസസിന് 3 റൗണ്ട്സ് ഉണ്ട്. ഇതില് ഒരു റൗണ്ട് ഡിജിറ്റലിൽ നല്ല ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വെറുതെ ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും ഒക്കെ ഇട്ട് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഡീഫ്ലപ്പ് ഒക്കെ വന്നിട്ട് അതിനെങ്ങനെ ഈ ആക്കും ആ ടൈപ്പ് ക്വസ്റ്റ്യൻ അതൊക്കെ കുറച്ച് ചോദിക്കും. പിന്നെ ആ ഇന്റർവ്യൂ ഫുൾ എൻ്റെ അടുത്ത് ഈ ലോജിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു, പസിൽസും അങ്ങനത്തെ സംഭവം. 2 കോയിൻസിൽ ഒരെണ്ണം വെയിറ്റ് കൂടുതലാണ് എങ്ങനെ കണ്ടു ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അത് ഡിജിറ്റൽ ആണെങ്കിലും അനലോഗ് ആണ് നോക്കുകയാണെങ്കിൽ അനലോഗിൽ അത് നോക്കും. ലോജിക് ക്വസ്റ്റ്യൻസിൽ സബ്ജക്റ്റിന്റെ കൂടെ അത്യാവശ്യം ചിലരൊക്കെ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് വെച്ചാണ് ഈ ലോജിക്ക് ചോദിക്കും. അപ്പൊ അത് നോക്കുക. വേറൊരു ഇന്റർവ്യൂവിൽ എൻ്റെ അടുത്ത് കോഡിംഗ് ആയിരുന്നു ചോദിച്ചത്. കോഡിംഗ് പ്ലസ് ഡിജിറ്റൽ ആയിരുന്നു. അത് അവരുടെ ടെസ്റ്റിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ചില ക്വസ്റ്റ്യൻസ് നമുക്കറിയാലോ, ഇപ്പൊ 4 ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ചെക്ക് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇന്റർവ്യൂ വരുമ്പോൾ ഒരു ഓപ്ഷൻസ് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും. അപ്പൊ അതൊക്കെ ചിലപ്പോൾ പാടായിട്ട് തോന്നും. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. അങ്ങനെ നോക്കുക. എന്നിട്ട് അടുത്ത ഒരു റൗണ്ട് വരുന്നത് അതായിരുന്നു ഏറ്റവും പാട് റൗണ്ട്. ആ റൗണ്ടിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ യൂഷ്വലി ചോദിക്കാറില്ല എന്ന് പറഞ്ഞ സംഭവങ്ങൾ. ഫിഫോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റാം ആണ്. ജസ്റ്റ് റാം ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് റാം തന്നെയാണ്. പക്ഷെ അതിൽ കുറച്ചൊരു മോഡിഫിക്കേഷൻ വരുത്തി നമ്മൾ കോഡിങ്ങിലുള്ള ക്യൂ ഉണ്ടല്ലോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഫസ്റ്റ് വരുന്ന വേരിയബിൾ ആയിരിക്കും ഫസ്റ്റ് പുറത്ത് പോകും. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ റാമിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംഭവമാണ് ഫിഫോ. അപ്പൊ അത് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. പൈപ്പ് ലൈനിങ് ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ആ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ അത്ര നന്നായിട്ട് പെർഫോം ചെയ്തില്ലായിരുന്നു. പൈപ്പ് ലൈനിങ് ഫിഫോ ഒക്കെ പറഞ്ഞെങ്കിലും വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയില്ല. പക്ഷെ അത് അത്ര വെയിറ്റ് ചെയ്തില്ല എന്നാണ് തോന്നുന്നത്. കാര്യം അതൊന്നും പറയാതെ തന്നെ അവരെനിക്ക് സെലക്ഷൻ തന്നു. കാര്യം മറ്റേ ബേസിക്സ് ആയിട്ടുള്ള ബേസിക്സ് ബേസ് ചെയ്തുള്ള കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ റൗണ്ട് ഒക്കെ എനിക്ക് കിട്ടിയോണ്ടായിരിക്കാം മേ ബി അവർ തന്നത്. സോ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബേസിക്സിന് തന്നെ ആയിരിക്കണം. അതേപോലെ എനിക്ക് അനലോഗ് ഫീൽഡിൽ കിട്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു സിഗ്നൽ ചിപ്പിന്റെ. സിഗ്നൽ ചിപ്പിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നേരത്തെ അവിടെ തന്നിട്ടുള്ള അനലോഗിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്. അവരും എല്ലാം സിമ്പിൾ ആയിരിക്കും. പക്ഷെ ആ സിമ്പിൾ സംഭവത്തിൽ നിന്ന് അത് കോൺസെപ്റ്റ് അറിയാൻ വേണ്ടി കൂട്ടി 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 കൊണ്ടു. അവരും നല്ലപോലെ ലോജിക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അനലോഗ് ആയതുകൊണ്ട് ഞാൻ ഒട്ടും ലോജിക്ക് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഞാൻ പഠിച്ചതുമില്ല. അതിൽ കുറെ ക്വസ്റ്റ്യൻസ് പോവുകയും ചെയ്തു. അതെ, അതായിരുന്നു. ഇത് രണ്ടുമാണ് എന്റെ മെയിൻ ഇന്റർവ്യൂ എക്സ്പീരിയൻസസ്. പിന്നെ എന്താ ഞാൻ പറഞ്ഞതുപോലെ കോളേജിൽ കുറവായതുകൊണ്ട് അത്യാവശ്യം കുറെയൊക്കെ ലിങ്ക്ഡിൻ വഴിയൊക്കെ പോയിട്ടുണ്ട്. സോ അവിടെ അങ്ങനെ കുറെ ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. വെറുതെ ടെസ്റ്റ് എഴുതി എന്തെങ്കിലുമൊക്കെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു ധൈര്യം കിട്ടും അതിന്. അത്രേ ഉള്ളൂ. ഇത് എന്താ ഞാൻ പഠിച്ചിട്ടുള്ള റെഫർ ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങളാണ്. അപ്പോൾ ബേസിക്കലി അനലോഗ് സർക്യൂട്ട്സ്, ഈ നാഗേന്ദ്ര കൃഷ്ണപുര എന്ന് പറഞ്ഞൊരു പ്രൊഫസർ ഉണ്ട്. അനലോഗ് സർക്യൂട്ട്സ്, അതായത് നമ്മൾ നമ്മൾ ഈസിയിൽ പഠിച്ച അനലോഗ് സർക്യൂട്ട്സ്, ഓപ്പാമ്പ് ഇല്ല, മറ്റേ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള അതേ കോഴ്സ് തന്നെയാണ് ഈ അനലോഗ് സർക്യൂട്ട്. പക്ഷെ ഇത് പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു നേരത്തെ പറഞ്ഞില്ല, അപ്ലൈ ചെയ്യാൻ പഠിച്ചു. ഓരോ കോൺസെപ്റ്റ് എവിടെ വരണം, ഫീഡ്ബാക്ക് ഒക്കെ ശരിക്കും എന്താണ്, ശരിക്കും എന്താണ് ഇതിനാണ് അനലോഗിൽ വരുന്നത്, ആ ഒരു രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഡയോഡ് തൊട്ട് തുടങ്ങി ഡിഫറൻസ് ആംപ്ലിഫയർ വരെ ഈ കോഴ്സിലുണ്ട്. അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, കണ്ടുപോയ അത്യാവശ്യം പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ അനലോഗ് ഐ സി ഡിസൈൻ എന്ന് പറഞ്ഞ ഈ ഒരു കോഴ്സിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാഷ് കോഡിങ് ആ ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഐ സി ഡിസൈനിൽ അവരുണ്ടാക്കുന്നത് ഒരു ഓപ്പാമ്പ് ആണ്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരില്ല, ചോദിക്കില്ല. പക്ഷെ ഇതിൽ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ്സ്, അതായത് നമ്മൾ ഈ ബേസിക്സ് പഠിച്ച കോൺസെപ്റ്റ്സ് വെച്ചാണ് ഈ ഓപ്പാമ്പ് ഉണ്ടാക്കും. അപ്പോൾ അപ്പൊ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഈ കോമൺ എമിറ്റർ, കോമൺ കളക്ടർ, നമ്മൾ പലതും പഠിച്ചിട്ടുണ്ടല്ലോ, ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ചിലതിന് ഹൈ ഗെയിൻ ആണ്, ചിലതിന് ഫ്രീക്വൻസി റെസ്പോൺസ് നല്ലതാണ്, ചിലതിന് നല്ലതല്ല എന്നൊക്കെ പഠിച്ചിട്ടുള്ള ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കുന്നത്, ആ ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇതൊരു ടെക്സ്റ്റ് ആണ്, സെഡ് അതില് ഈ 2 കോഴ്സിലുള്ള സംഭവം തന്നെയാണ്, പക്ഷേ ടെക്സ്റ്റ് ആയിട്ട് നല്ല ബുക്കാണ്. അനലോഗ് താല്പര്യമുള്ള എല്ലാവരും ആണ് എൻ്റെ. അതേപോലെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഞാൻ പഠിച്ചൊരു സംഭവമായിരുന്നു ഈ ഒരു ഡേവിഡ് മണി ഹാരിസ് ആൻഡ് സാര എൽ ഹാരിസ്.
ഇത് ശരിക്കും പറഞ്ഞാൽ ആർക്കിടെക്ചർ മാത്രമല്ല, ഡിജിറ്റൽ ഡിസൈനും പറയുന്നുണ്ട്, കമ്പ്യൂട്ടർ ആർക്കിടെക്ചറും. ഇത് പഠിച്ചപ്പോഴാണ് എനിക്ക് ശരിക്കും നമ്മൾ LCD പഠിച്ച സംഭവങ്ങളെല്ലാം യൂസ് ചെയ്ത ഒരു പ്രോസസർ ഉണ്ടാക്കുന്നതാണ് ഇത്. അപ്പോൾ ശരിക്കും എന്താണ് ആപ്ലിക്കേഷൻ ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കുന്നതിലാണ് കാര്യം. വലിയ വലിയ സംഭവങ്ങൾ പഠിക്കുന്നത് പ്രോസസർ ഉണ്ടാക്കുന്നതിലല്ല കാര്യം, നമ്മൾ പഠിച്ച സംഭവങ്ങൾ എങ്ങനെയാണ് ഇതിൽ വരുന്നതെന്ന് അറിയുന്നതാണ്. അതേപോലെ VLSI CAD എന്ന് പറയുന്നത് ഫിസിക്കൽ ഡിസൈൻ എന്ന് നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ ലേഔട്ടിൽ എങ്ങനെയായിരുന്നു ആ ഒരു ടൈം, അതിനെക്കുറിച്ചുള്ള ഒരു കോഴ്സാണ് VLSI CAD. അതൊരു ബൂളിയൻ ഓൾജിബ്ര, ഒരു മാത്സിന്റെ ടൈപ്പ് കോഴ്സാണ്. ബൂളിയൻ ഓൾജിബ്ര വെച്ചിട്ടുള്ള കുറച്ച് മാത്സ് കോൺസെപ്റ്റ് പഠിച്ചപ്പോഴാണ് എനിക്ക് ആ ഒരു ഫീൽഡ് താല്പര്യം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ നോക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു രോഹിത്തേട്ടാ. നല്ല ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. കുറെ ഇൻസൈറ്റ് ഒക്കെ കിട്ടി. അപ്പോ ഈ കുറെ പേര് ചോദിക്കാൻ ആഗ്രഹമുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാനിപ്പോ ഒന്ന് വായിച്ചെടുക്കാം. ആ, സോ ഓക്കെ, നമുക്ക് ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലേ? യൂട്യൂബ് ചാനൽസ് ഞാൻ കണ്ടത് ബെന്നി തോന്നുന്നു. ബെന്നീറ്റർ എന്ന് പറയുന്നത് ഡിജിറ്റല് ഇഷ്ടപ്പെടാൻ നല്ലതാണ്. അയാൾ പറഞ്ഞു തരുന്നുണ്ട്, നമ്മൾ LCD പഠിച്ച എല്ലാ സംഭവങ്ങളും അയാൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ അയാൾ പറയുന്ന ഒരു രീതി വെച്ച് ഡിജിറ്റൽ ഇഷ്ടപ്പെടും നമുക്ക്. ഗ്രേഡ് സ്കോട്ട് ആണെങ്കിൽ അനലോഗ് ആണ്. അത് കണ്ടപ്പോഴാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പവർ ഇലക്ട്രോണിക്സ്. അതൊക്കെ ചുമ്മാ പരീക്ഷയ്ക്ക് വേണ്ടി പെട്ടെന്ന് പഠിച്ചു പോകുന്ന സംഭവങ്ങളൊക്കെ ശരിക്കും എന്താ ഉപയോഗം എന്നൊക്കെ അയാളത് കാണുമ്പോൾ മനസ്സിലായി. അയാളിങ്ങനെ ചുമ്മാ ഫ്രം സ്ക്രാച്ച് DSOയും CRO ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ്. അപ്പൊ അനലോഗ് ആണ്. എന്തെങ്കിലും ഓക്കെ, സോ നമുക്ക് വന്ന ക്വസ്റ്റ്യൻസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് തന്നെ പറയാം. സോ അതിൽ ചോദിക്കുന്നത്, ക്യാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓട്ടോമേറ്റ് VLSI ഡിസൈനിങ് ആൻഡ് what is the future of digital designers considering this situation? ഓട്ടോമേഷൻ ഡിജിറ്റൽ ഫീൽഡിലാണെങ്കിൽ ഇപ്പൊ തന്നെ ഓട്ടോമേഷൻ നല്ലവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ചെയ്യുന്ന പ്രോജക്റ്റ് ഓൾമോസ്റ്റ് അതുപോലെയാണ്. ഈ ഫിസിക്കൽ ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഫീൽഡിൽ ബേസിക്കലി മെഷീൻ ലേണിംഗ് തന്നെയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡിജിറ്റൽ സർക്യൂട്ട് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പോലെയല്ല, വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന അറിയാലോ, മില്യൻസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്, ഇത്രയും നമ്പർ ഓഫ് ഗേറ്റ്സും എല്ലാം കാണും. സോ അതിനെ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീൽഡാണ് ഫിസിക്കൽ ഡിസൈൻ. അപ്പോൾ അവിടെ ഓൾറെഡി ML ഉണ്ട്, ML ആണ് ആ ഫീൽഡ്. അതേപോലെ ഡിജിറ്റൽ ഡിസൈനിൽ വേണമെങ്കിൽ ഇനി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്തായാലും ഇപ്പൊ തന്നെ വെരലോ പോലത്തെ ലാംഗ്വേജസ് പോയി C++ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഡിജിറ്റൽ അനലോഗ് വരാൻ ഫീൽഡിൽ ഓക്കെ ഓക്കെ അനലോഗ് കണ്ടിന്യൂ. ഫീൽഡിൽ അനലോഗ് ഫീൽഡാണെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ എന്നാലും അനലോഗ് ഡിജിറ്റൽ പോലെ അങ്ങനെ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് സംഭവമല്ല. കുറെ നമ്മൾ അനലോഗ് ഉണ്ടാക്കുമ്പോൾ തന്നെ ട്രാൻസിസ്റ്റേഴ്സിലൊക്കെ ഒരുപാട് ട്രേഡ് ഓഫ്സും അപ്രോക്സിമേഷൻസും ഒക്കെ ഉള്ള ഒരു സംഭവം. ആപ്ലിക്കേഷൻ അനുസരിച്ച് അപ്രോക്സിമേഷൻ എങ്ങനെ ഉണ്ടാക്കണം, എന്ത് അപ്രോക്സിമേഷൻ എടുക്കണം, ഗെയിൻ കൂട്ടണം, ഫ്രീക്വൻസി കുറയ്ക്കണം, അതെല്ലാം അത്യാവശ്യം നല്ല ഹ്യൂമൻ ഇൻപുട്ട് വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓട്ടോമേഷൻ വരുമില്ലെന്ന് എനിക്ക് അത്ര അത് പറയാൻ വേണ്ടിയുള്ള എക്സ്പീരിയൻസ് ഇല്ല, എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ചേട്ടൻ ഇപ്പോ ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്നെന്ന് കുറെ പേര് പറഞ്ഞു. സോ എന്തുകൊണ്ടാണ് ഈ ഒരു അനലോഗ് ഡിവൈസസിൽ ജോബ് ഓഫറിനെക്കാട്ടിലും കൂടുതൽ പ്രിഫറൻസ് ഗേറ്റിന് കൊടുത്തത്? അതിനുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു എന്ന് പറയാമോ? കൺസിഡർ ചെയ്യുന്നത് അത് പറഞ്ഞ എനിക്ക് വേണ്ടിയിരുന്ന ജോബ് ഡിസൈൻ റോളായിരുന്നു. ഡിജിറ്റൽ ഡിസൈൻ, അനലോഗ് ഡിസൈൻ ആയിരുന്നു എനിക്ക് വേണ്ടത്. വെരിഫിക്കേഷൻ താല്പര്യമില്ല. MTech ആണെങ്കിലും എനിക്കിപ്പോ ശരിക്കും പറഞ്ഞാൽ ജോബ് വേണം ഇല്ല, ഈ ഒരു ഫീൽഡിൽ എന്തെങ്കിലും ചെയ്യണം. ഏറ്റവും നല്ല വഴി MTech തന്നെയാണ്.
ഓക്കെ, താങ്ക് യു ഏട്ടാ. സോ ആൾക്കാർക്ക് ക്വസ്റ്റ്യൻസ് ചാറ്റ് ബോക്സിൽ ഇടാൻ, ഇല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ, ദ ക്വസ്റ്റ്യൻ സെഷൻസ് ഹാവ് സ്റ്റാർട്ടഡ്. സോ ഫീൽ ഫ്രീ ടു ആസ്ക്. ഓക്കെ, ചേട്ടാ, ലൈക്ക് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സ്റ്റേണൽ പ്ലേസ്മെന്റ്സ്, അതായത് ഓഫ് ക്യാമ്പസിനൊക്കെ പോകുമ്പോൾ അവർ ലൈക്ക് ഫ്രഷേഴ്സിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുക? ബിക്കോസ് ഞാൻ ലിങ്ക്ഡിനിലും കുറെ സീനിയേഴ്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഓഫ് ക്യാമ്പസിനൊക്കെ വിളിക്കുമ്പോൾ ജനറലി ഫോർ ദിസ് റോൾ വിത്ത് എക്സ്പീരിയൻസ് എന്നൊക്കെ, എക്സ്പീരിയൻസ് ഓഫ് 2 years എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജോബ് ഓഫേഴ്സ് ഒക്കെ കേട്ടിട്ടുള്ളത്. സോ ഫ്രഷേഴ്സിന് ഇതിൽ എത്ര സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് വെച്ച് നോക്കുമ്പോൾ പാടാണ്. പക്ഷെ റൂൾ ഔട്ട് ചെയ്ത് കളയാൻ പറ്റുന്നില്ല. കിട്ടിയവരുണ്ട്, ക്ലാസ്സിൽ ആയിട്ട് അപ്ലൈ ചെയ്ത് കിട്ടിയവരുണ്ട്. പാടാണ്. നല്ലപോലെ ജോബ് സീക്ക് ചെയ്യണം. നമുക്കിപ്പോ ലിങ്ക്ഡിനിൽ നമ്മൾ ചുമ്മാ ഒരു എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ എന്തായാലും എക്സ്പീരിയൻസ് ഉള്ളതേ കിട്ടുള്ളൂ. സോ നമ്മൾ അലൂമിനി ഒക്കെ നോക്കുക, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും കമ്പനിയുടെ HR ഒക്കെ ലിങ്ക്ഡിനിൽ കാണുമല്ലോ, അവരെ കോൺടാക്ട് ചെയ്ത് റെസ്യൂമെ അയച്ച് ഇതിന് താല്പര്യമുണ്ട്, എന്തെങ്കിലും റോൾസ് ഉണ്ടോ, ഇന്റേൺഷിപ്പ്. ഒരു ഫ്രണ്ട് അങ്ങനെയാണ് ചെയ്തത്, കിട്ടുകയും ചെയ്തു. സോ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ എളുപ്പമല്ല. ആൻഡ് ഞാൻ പറയാം, എക്സ്റ്റേണൽ ആണെങ്കിൽ റെസ്യൂമെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാമ്പസ് പ്ലേസ്മെന്റ് ആണെങ്കിൽ റെസ്യൂമെ തീരെ ആവശ്യമില്ല. കോറിന് ബാക്കി ഓപ്ഷൻ അല്ല ഞാൻ പറയുന്നത്. കോറാണെങ്കിൽ ക്യാമ്പസിന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എക്സ്റ്റേണൽ ആയിട്ട് പോവുകയാണെങ്കിൽ അതാണ് അവർ കട്ട് ഓഫ് ആയിട്ട് എടുക്കും. അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്റ്റേണൽ ആയിട്ട് പോകുമ്പോൾ ഓബ്വിയസ്ലി ക്യാമ്പസിനുള്ളതിനേക്കാൾ ഇത്തിരി കൂടെ പാടായിരിക്കും ക്വസ്റ്റ്യൻസ്. കാര്യം നമുക്കിപ്പോ കോളേജിൽ വരുവാണെങ്കിൽ നമ്മൾ 4th ഇയേഴ്സിന് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. പുറത്ത് പോകുമ്പോൾ നമ്മൾ കാണും, നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെല്ലാം ചിലപ്പോൾ മേ ബി കാണും, നമുക്ക് ജോബിന് ആ ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കോറിന് നമ്മുടെ പ്രോജക്റ്റ് ചോദിക്കാറില്ല എന്ന്. പക്ഷെ ഒരാൾക്ക് ഇങ്ങനെ പോയ ഒരാൾക്ക് ചോദിച്ചതെന്ന് വെച്ചാൽ, പ്രോജക്റ്റ് എടുത്തു, പ്രോജക്റ്റിൽ ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത് നോക്കി, ആ ടൂളിൽ ചെയ്തപ്പോൾ എന്തൊക്കെ എറേഴ്സ് വന്നു, ആ എറേഴ്സ് എങ്ങനെ ഫിക്സ് ചെയ്തു, അങ്ങനെ അത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാതെ കുറച്ച് പാടാണ്. പക്ഷെ എന്തായാലും കിട്ടാതെ ഒന്നുമില്ല, അത്രയ്ക്ക് നോക്കുകയാണെങ്കിൽ കിട്ടും. എഡ്യൂക്കേഷൻ കണ്ടത് ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ഞാനെന്താ, ഓൺലൈനായിട്ട് കുറെ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് കിട്ടുമല്ലോ, അതെല്ലാം നോക്കുക. ഗേറ്റിന്റെ ആപ്റ്റിറ്റ്യൂഡ് നോക്കുക. ഇപ്പോൾ ഈ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്ലേസ്മെന്റ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഗേറ്റിന്റെ ക്വസ്റ്റ്യൻസ് തന്നെ അത്യാവശ്യം നല്ലതാണ്. അത് പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്, വളരെ നല്ലതാണ്. അതേപോലെ പസിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ എല്ലാ ഇന്റർവ്യൂസിനും കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറെ പസിൽസ് ഉണ്ട്, അതൊക്കെ യൂട്യൂബിലെടുത്ത് നോക്കുകയാണെങ്കിൽ കിട്ടും. ഇതെല്ലാം നോക്കുക. എന്നാലും നമ്മൾ നോക്കാത്തതൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും. അപ്പോൾ ആ ഒരു കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. ഹൗ ടു ഗെറ്റ് ജോബ് ത്രൂ ഇന്റേൺഷിപ്സ്. അത് ജോബ് ത്രൂ ഇന്റേൺഷിപ്സ് എന്ന് പറയുമ്പോൾ അത് മിക്കവാറും ഇപ്പൊ എനിക്ക് കിട്ടിയത് ശരിക്കും പ്ലേസ്മെന്റ് അല്ല. എനിക്ക് അലോട്ട് ബേസിൽ കിട്ടിയത് ഒരു 1 year ഇന്റേൺഷിപ്പ് ആണ്. ആഫ്റ്റർ ഇന്റേൺഷിപ്പ് പെർഫോമൻസ് അനുസരിച്ച് അവര് ഫുൾ ടൈം ജോബ് തരണോ വേണ്ടതെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അത് നമ്മൾ അങ്ങനെ ആയിരിക്കും മിക്ക ഇന്റേൺഷിപ്സും. ഏതൊരു കമ്പനി ആണെങ്കിലും ഇന്റേൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര ഇങ്ങനെ ഒരു ലോങ് ഇന്റേൺഷിപ്പ് ആകുമ്പോൾ നമ്മൾ ആ ഒരു കമ്പനിയുടെ പോളിസീസും ആ ഒരു വർക്ക് ഫ്ലോയ്ക്ക് യൂസ്ഡ് ആകുമ്പോൾ അവർക്ക് എന്തായാലും ലാഭം ഇന്റേണിനെ എടുക്കുന്നതായിരിക്കും, പുതിയൊരു ആളിനെ കമ്പനിയിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ടെക് കമ്പനീസ് ഒക്കെ മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്കറിയാവുന്ന ഒരു ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോ കമ്പനീസ് ഫുൾ ടൈം ജോബ് തരുന്നതിന് പകരം
ഫ്രഷേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇന്റേൺഷിപ്പേ തരുള്ളൂ. ഇന്റേൺഷിപ്പ് തന്നെ എടുക്കുള്ളൂ. പെർഫോമൻസ് നോക്കിയിട്ട് അങ്ങനെ എടുക്കും. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഹലോ. ഹലോ. ചേട്ടാ, ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് എന്താന്ന് വെച്ചാല് ഈ ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റ്സിന് റെഫറൻസസിന് എത്ര വെയിറ്റേജ് ഉണ്ട്? റെഫറൻസ് അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉണ്ട്. അതായത് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കോളേജ് പോലല്ല, മേ ബി ഇന്ത്യ മുഴുവനുള്ള ആൾക്കാരായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ റെഫറൻസ് നമ്മളിപ്പോ അപ്ലൈ ചെയ്യുന്ന വഴി അനുസരിച്ചിരിക്കും. ഇപ്പൊ നമ്മൾ HR ഡയറക്റ്റ് മെയിൽ അയച്ച് അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ അവര് നമ്മുടെ റെസ്യൂമെ വായിച്ചിട്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ റിപ്ലൈ ഒക്കെ തരുന്നത്. അങ്ങനത്തെ കേസിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഈ ലിങ്ക്ഡിനിലൊക്കെ മാസമായിട്ട് റിക്രൂട്ട്മെന്റിന് ആപ്ലിക്കേഷൻ വയ്ക്കുമല്ലോ, ആ ഒരു കേസിലൊക്കെ റെഫറൽ ഉണ്ടെങ്കിൽ ഒരു വലിയ ആൾ റെഫർ ചെയ്യുകയാണെങ്കിൽ, വലിയ ആളെന്നല്ല, ജസ്റ്റ് ആ കമ്പനിയിലുള്ള ഒരാൾ റെഫർ ചെയ്യുകയാണെങ്കിൽ അവർ നോക്കാനുള്ള ചാൻസസ് നല്ല കൂടുതൽ. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തായാലും കുറെ റെഫറൻസ് കിട്ടും. റെഫറൻസ് ഉള്ളതായിരിക്കും അവർ ആദ്യം നോക്കുന്നത്. അതിൽ തന്നെ ആൾക്കാരെ കിട്ടുവാണെങ്കിൽ ബാക്കിയുള്ളവർ നോക്കേണ്ട ആവശ്യമില്ല. റെഫർ ഉള്ളത് എന്തായാലും നല്ലതാണ്. മാക്സിമം കിട്ടാൻ നോക്കുക. നമ്മുടെ അലൂമിനിയം റൈറ്റ് ഒക്കെ തന്നെ ലിങ്ക്ഡിനിൽ സംസാരിച്ച് റെഫറിൽ എത്തിക്കാൻ നോക്കുക, റെസ്യൂമെ ഒക്കെ അയച്ചു. വേറെന്തെങ്കിലും? ഓക്കെ, ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നമുക്ക് ഫോംസിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ വെരിലോഗ് ആൻഡ് ജനറൽ പ്രോഗ്രാമിംഗ് ഫോർ മൈക്രോ കൺട്രോളേഴ്സ് ആൻഡ് അങ്ങനെ. ബേസിക്കലി സംഭവം എന്ന് പറയുമ്പോൾ ഒന്ന് സീക്വൻഷ്യലാണ്, മറ്റേതല്ല. അത് സംഭവം അതായത് വെരിലോഗ് അല്ലെങ്കിൽ VHDയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഡിജിറ്റൽ സർക്യൂട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ C++ പൈത്തൺ കോഡ് ചെയ്യുകയാണെങ്കിൽ ലൈൻ ബൈ ലൈൻ സീക്വൻഷ്യലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഓരോരോ ഇൻസ്ട്രക്ഷൻ ആയിട്ട് കമ്പ്യൂട്ടറിന് കൊടുക്കുകയാണ്. ഒന്ന് കഴിഞ്ഞ് അടുത്തത് അങ്ങനെ അങ്ങനെ. നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ട്സ് ഒന്നും അങ്ങനെയല്ല. രണ്ട് ഫ്ലിപ്പ് ഉണ്ട്, രണ്ടിനും ഒരേ സമയം സെയിം ഇൻപുട്ട് കൊടുത്ത് ഒരേ സമയം ഔട്ട്പുട്ടും വരും. പാരലായിട്ട് വർക്ക് ചെയ്യുന്നതല്ലേ സർക്യൂട്ട്. അപ്പോൾ നമ്മള് C++ലൊക്കെ ഫങ്ഷൻസ് എഴുതുന്ന പോലെ വെരിലോഗിലും VHDയിലും ഒക്കെ മൊഡ്യൂൾസ് എന്ന് പറഞ്ഞ കുറച്ച് സംഭവങ്ങൾ എഴുതും. അപ്പോൾ മൊഡ്യൂൾസ് ഒക്കെ അറ്റ് എ ടൈം രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യുമായിരിക്കും. അപ്പോൾ അതൊക്കെ ആലോചിച്ച് എഴുതേണ്ട രീതിയാണ്. കോഡിംഗ് എന്നുള്ള ഇതിനേക്കാളും ഡിജിറ്റൽ സർക്യൂട്ട് ഉണ്ടാക്കുന്ന, ഡിജിറ്റൽ സർക്യൂട്ടിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മെത്തേഡ് എന്നുള്ള രീതിയിൽ കാണുന്നില്ല വെരിലോഗ്. കോഡിംഗ് ആയിട്ട് കാണുന്നതിന് ആ ഒരു രീതിയിൽ മനസ്സിലായോ? യെസ് ചേട്ടാ, അത് മനസ്സിലായി. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് ഹൗ ഗുഡ് ഇസ് ട്രസ്റ്റ് പാർക്ക് ഫോർ ആൻ ഇന്റേൺഷിപ്പ്? ട്രസ്റ്റ് പാർക്കിൽ ഇന്റേൺഷിപ്പ്, ഞാൻ ട്രസ്റ്റ് പാർക്കിലാണ് പ്രോജക്റ്റ് ചെയ്യുന്നത്. ഞാൻ ട്രസ്റ്റ് പാർക്കല്ല, ട്രസ്റ്റ് പാർക്കിലുള്ള ട്രസ്റ്റ് കാർഡ്സ് എന്ന് പറഞ്ഞ ആ കമ്പനിയിലാണ്. ഇപ്പൊ ട്രസ്റ്റ് കാർഡ്സിൽ ഇന്റേൺഷിപ്പ് ചെയ്ത ഒരു പ്രോജക്റ്റ് ആയിട്ട് ചെയ്തവര് എന്താ ഒരു പൈപ്പ് ലൈനിന്റെ സോഴ്സേജ് പൈപ്പ് ലൈനിന്റെ ഒരു പ്രോസസ്സറാണ് അവർ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല പ്രോജക്റ്റ് ചോദിച്ച് വാങ്ങിക്കുക, വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിലും എന്തായാലും നല്ലതാണ്. അവിടെ ഉള്ള അത്യാവശ്യം അത്യാവശ്യമല്ല, ഇന്റലിലൊക്കെ വർക്ക് ചെയ്ത് ഇന്റലിലെ മാനേജറൊക്കെ ആയിരുന്ന ഒരു സാറാണ്. അപ്പൊ ആ സാറിന്റെ അടുത്ത് എന്തായാലും ചോദിക്കുന്നില്ല, ആ സാറിന്റെ ഗൈഡൻസ് എന്തായാലും നല്ലത് തന്നെ. ജസ്റ്റ് പ്രോജക്റ്റ് സാറിന്റെ അടുത്ത് തന്നെ ചോദിച്ച് നല്ലത് ഏതാ, താല്പര്യമുള്ള ഏതാന്ന് നോക്കി എടുക്കുവാണെങ്കിൽ സാറിന്റെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നല്ല. മൈക്രോ കൺട്രോൾ കോഡിങ്ങിനുള്ളത് ഞാൻ ഒരുപാട് പഠിച്ചിട്ടില്ല. ഞാൻ
കോഡിങ് ഞാൻ ശരിക്കും കുറച്ച് ചെയ്തിട്ടുള്ളത് ഈ യന്ത്ര ചെയ്തപ്പോൾ അതിൽ കുറച്ചുണ്ടായിരുന്നു. പിന്നെ മൈക്രോ കൺട്രോൾ കോഡിങ് എംബെഡഡ് സി പഠിക്കാൻ നോക്കുക. യൂട്യൂബ് ചാനൽസ് ഒക്കെ ഏതാണുള്ളതെന്ന് എനിക്ക് വലിയ പിടിയില്ല. ഞാൻ അറിയാവുന്നവരടുത്ത് ചോദിച്ചിട്ട് ഞാൻ പറയാം. മെസ്സേജ് വല്ലതും ഉണ്ടെങ്കിൽ എനിക്കായിട്ട് അത്ര അറിവുള്ള കാര്യമല്ല എംബെഡഡ് എന്ന് പറയുന്നത്. ബേസിക്കലി എംബെഡഡ് കോഡിംഗ് എന്ന് പറയുമ്പോൾ ഓരോ പ്രോസസറിന്റെയും നമ്മൾ C++ പഠിക്കുന്ന പോലെ പഠിക്കാൻ പറ്റുന്ന സംഭവമല്ല. ഓരോ പ്രോസസറിന്റെയും എന്താ ആ ഒരു ആർക്കിടെക്ചർ ഡിഫറെന്റ് ആയതുകൊണ്ട് അസംബ്ലി ലാംഗ്വേജും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അത് ഒന്ന് യൂണിഫൈഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് എംബെഡഡ് സി ഉള്ളത്. എംബെഡഡ് സിയിലും ഒരു ബേസിക് സ്ട്രക്ചർ സിന്റെ സ്ട്രക്ചർ ആയിരിക്കും, പക്ഷേ ആർക്കിടെക്ചർ, അതായത് ഇപ്പൊ ഏത് രജിസ്റ്ററിൽ റൈറ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ മൈക്രോ കൺട്രോളറിന്റെ ഡേറ്റ ഷീറ്റ് എടുത്ത് വായിച്ച് അങ്ങനെ പഠിക്കുന്ന ഒരു ടൈപ്പ് സംഭവമാണ് മൈക്രോ കൺട്രോളർ. സോ എംബെഡഡ് സി ട്യൂട്ടോറിയൽസ് ഒക്കെ എന്തായാലും യൂട്യൂബിൽ നല്ലപോലെ കാണുമായിരിക്കും. ഏതാണ് നല്ലതെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ചോദിച്ചിട്ട് പറയാം. ഹലോ ഹലോ ചേട്ടാ, ഒരു മിനിറ്റ്. ഈ ഫീഡ്ബാക്ക് ഫോമിൽ എന്തോ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയാൽ അതിന് ഉള്ള ഒരു ചെറിയ ഇതാണ്. ഓക്കെ, താങ്ക് യു രോഹിത് ചേട്ടാ. ഇത് നല്ലൊരു ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. കുറേ ഇൻസൈറ്റ്സ് ഒക്കെ കിട്ടി, കുറേ ഡൗട്ട്സും ഒക്കെ ക്ലിയർ ആയി കിട്ടി. ഹോപ്പ് എവ്രി വൺ ഗെറ്റ്സ് ആൻ ഇൻസ്പിറേഷൻ ടു പെർസ്യൂ ജോബ് പ്രൊഫൈൽസ് ഇൻ ഡിജിറ്റൽ റിയൽ എസ്റ്റേറ്റ് ഡൊമെയിൻ. അപ്പോൾ സെഷന് ഇപ്പോൾ എടുത്തു തന്നെ താങ്ക് യു രോഹിത് ചേട്ടാ. ആൻഡ് ഇനിയിപ്പോൾ നമുക്ക് സെഷൻ കൺക്ലൂഡ് ചെയ്യാം. സോ എവ്രി വൺ ക്യാൻ ലീവ്. എന്തായാലും ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക്സ്.